Welcome to Learn Eno. Today we are going to learn sequence and series. അപ്പം sequence എന്താണെന്ന് നോക്കാം. ഒരു sequence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's an arrangement of numbers according to definite rule or a set of rules, and that is called a sequence. Sequence takes the form A1, A2, A3, etc. and etc. A sequence is finite if it contains finite number of terms, otherwise it is infinite. ഇനി ഒരു സീരീസ്. അപ്പം സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറെ നമ്പേഴ്സിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത്. സീരീസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു അഡീഷൻ സൈൻ വരും. അങ്ങനെ ഒരു സം ഓഫ് ഒരു സീക്വൻസിനെയാണ് നമ്മൾ സീരീസ് പറയുന്നത്. ഓക്കെ, അതായത് സീരീസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ഓർ സബ്ട്രാക്ടിങ് സം ഓർ മൈനസ് subtracting the terms of a sequence. If A1, A2, A3, etc. An is a sequence, then sum A1 plus A2 plus etc. up to An is a series. A series is finite or infinite according to the given sequence is finite or infinite. നമ്മൾ ഓരോ കൈൻഡ്സ് ഓഫ് സീക്വൻസസിനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. A sequence A1, A2, A3, etc. up to An is called arithmetic progression or arithmetic sequence if An plus 1 equal to An plus D, where A1 is the first term and constant D is the common difference of the AP. ഇനി ഒരു nth term, ഒരു general term of an AP എന്താണെന്ന് നോക്കാം. That is A plus n minus 1 into D. ഇതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസും ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും ആണ്. കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. mth ടേം ഫ്രം ദ എൻഡ്, അവസാനത്തിൽ നിന്നുള്ള mth ടേം എന്ന് പറയുന്നത് n മൈനസ് 1 പ്ലസ് 1th ടേം ഫ്രം ദ ബിഗിനിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് എ n മൈനസ് 1 പ്ലസ് 1 കണ്ടുപിടിച്ചാൽ മതി. ഇനി സം ഓഫ് n ടേംസ്. Sum of n terms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Sn is equal to n by 2 into 2a plus n minus 1 into d, or Sn is equal to n by 2 into a plus l. ഈ l എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. Supposition of terms. When n equal to 3, we take the terms as a minus d, a plus d. When n equal to 4, we take the term as a minus 3d, a minus d, a plus d, a plus 3d. When n equal to 5, we take them as a minus 2d, a minus d, a plus d, a plus 2d. ഇനി arithmetic mean. Arithmetic mean of two numbers a and b എന്താണ്? a plus b by 2. ഓക്കെ, അടുത്ത നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് AP എന്താണെന്ന് നോക്കാം. If a constant is added or subtracted from each terms of an AP, the resulting sequence is also an AP. അതായത് നമ്മൾ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ എല്ലാ ടേംസിലേക്കും നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഒരു AP തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് അതിന്റെ കോമൺ ഡിഫറൻസ് മാറുന്നില്ല. ടേംസ് മാറിയാലും അവർ തമ്മിലുള്ള ഡിഫറൻസ് മാറുന്നില്ല. ഇനി if each terms of an AP is multiplied or divided by a non-zero constant, the resulting sequence is also an AP. നമ്മൾ എല്ലാ ടേംസിനെയും ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഒരു AP ആയിരിക്കും. പക്ഷെ അവിടെ കോമൺ ഡിഫറൻസും അതേപോലെ മാറും. മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ് എന്താണോ നമ്മൾ ടേംസിന് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ആ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ആവും. ഇനി ഒരു ടേമിലേക്ക്, ഒരു APയിലേക്ക് നമ്മൾ ടേംസിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. A1, A2, etc. A and B, n numbers between A and B such that A1, A2, etc. up to A and B is an AP. Here B is the n plus 2th term and ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം ബൈ n plus 1. അപ്പോ b minus a by n plus 1. അപ്പൊ നമുക്ക് a1 എന്ന് പറയുന്നത് a plus b minus a by n plus 1, പിന്നെ a plus 2 into b minus a by a plus 1 അങ്ങനെ പോകും. ആൻഡ് a എന്ന് പറയുന്നത് a plus n into b minus a by
n plus 1 term. Okay. ഇനി ഇപ്പൊ നമ്മൾ AP എന്താണെന്ന് പഠിച്ചു, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സീക്വൻസ് പറയുന്നതാണ് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഇപ്പൊ സീക്വൻസ് A1, A2, A3, etc. up to AN is called a geometric progression if each term is non-zero and AK plus 1 by AK is R, where R is called the common ratio of the geometric progression and A1 is called the first term. Geometric progression is denoted as A, AR, AR square, AR cube, etc. where A is the first term and R is the common ratio. If the number of terms in a GP is definite, it is called finite geometric series. Otherwise, it is called an infinite geometric series. ഇനി ഒരു geometric progressionലെ nth term എങ്ങനെയായിരിക്കും എന്ന് അറിയാം, നമുക്ക് നോക്കാം. Arithmetic progressionൽ നമ്മൾ A ഫസ്റ്റ് ടേം D കോമൺ ഡിഫറൻസും ആകുമ്പോൾ A plus n minus 1 to D ആയിരുന്നു നമ്മുടെ nth term. ഇവിടെ നമുക്ക് കോമൺ റേഷ്യോ ആണുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ ടേം എഴുതുമ്പോഴും AR to the power n minus 1. ഓക്കെ. ഇനി sum of n terms of a GP. Sum എന്ന് പറയുന്നത് Sn is equal to A into 1 minus R to the power n by 1 minus R. Okay. For R is less than 1 and A into R to the power n minus 1 by R minus 1 where R is greater than 1. ഇനി നേരത്തെ പോലെ നമുക്ക് supposition of terms എന്താണെന്ന് നോക്കാം. When n equal to 3, we take the terms as A by R, A and AR. When n equal to 4, we take the terms as A by R cube, A by R, AR, AR cube. When n equal to 5, we take A by R square, A by R, AR, AR square. Geometric mean. The geometric mean between two positive numbers A and B is given by the formula G is equal to root of AB. Arithmetic progression arithmetic mean എന്ന് പറഞ്ഞത് നമ്മൾ A equal to A plus B by 2 ആയിരുന്നു, ഇവിടെ root of AB. ഈ properties of a GP. If each term of GP is multiplied or divided by same non-zero quantity, then resulting sequence is also a geometric progression. അവിടെ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ എ നോൺ സീറോ കോൺസ്റ്റന്റിലൊക്കെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നെയായിട്ട് റിമെയിൻ ചെയ്യും. ഇവിടെ ജിയോമെട്രിക് പ്രോഗ്രഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ബൈ നോൺ സീറോ കോൺസ്റ്റന്റ് ഓർ റേസ്ഡ് ടു സം പവർ, ഈ കേസസിലൊക്കെയാണ് അത് GP ആയിട്ട് റിമെയിൻ ചെയ്യുന്നത്. If each term of GP is raised to some power, then resulting sequence is also a GP. Insertion of numbers in GP. Like G1, G2, etc. up to Gn, B, n numbers between two positive numbers A and B such that A, G1, G2, G3, etc. Gn, B is a GP. Here B is the n plus 2th term where common ratio R is equal to B by A into B by A and we take it n by n plus 1 times. So B by A whole to the power n by n plus 1. Okay. അപ്പോൾ G1 എന്ന് പറയുന്നത് A into B by A to the power 1 by n plus 1. G2 എന്ന് പറയുന്നത് A into B by A to the power 2 by n plus 1 and Gn equal to A into B by A to the power n by n plus 1. ഇനി ഒരു APയും GPയും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പം APയുടെ നമ്മൾ എന്താ കറസ്പോണ്ടിങ് ആയിട്ട് പഠിച്ചത് അരിത്മെറ്റിക് മീന്, അതേപോലെ ജിയോമെട്രിക് പ്രോഗ്രഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചത് ജിയോമെട്രിക് മീൻ ആണ്. അരിത്മെറ്റിക് മീൻ ഓഫ് A and B എന്ന് പറയുന്നത് A plus B by 2ഉം ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് AB ആയിരുന്നു. ഞാൻ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് A and G be arithmetic mean and geometric mean of two given positive real numbers A and B respectively, then A is greater than or equal to G. Arithmetic mean between two numbers is greater than or equal to the geometric mean. A plus B by 2 is greater than or equal to root of AB. Next നമുക്ക് some special series പഠിക്കാം. 1 plus 2 plus 3 plus extra up to n എന്ന് പറയുന്നത് n into n plus 1 by 2. Sum of n terms പറയുന്നത് n into n plus 1 by 2. Sum of n terms ന്റെ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് n into n plus 1
into 2n plus 1 by 6. അതേപോലെ ക്യൂബ്സിന്റെ n ടേംസിൽ ക്യൂബ്സിന്റെ സം എന്ന് പറയുന്നത് n into n plus 1 by 2 whole square. ഇനി odd numbers n odd numbersന്റെ സം എന്ന് പറയുന്നത് ഇത് 1 plus 3 plus 5 extra up to 2n minus 1 എന്ന് പറയുന്നത് n square ആണ്. ഇനി അതേപോലെ ഈവൻ ടേംസ് 2 plus 4 plus extra up to 2n എന്ന് പറയുന്നത് n into n plus 1 ആണ്. ഇനി 1 square plus 3 square plus 5 square അതായത് odd termsന്റെ സ്ക്വയേഴ്സ് up to n terms എടുക്കുകയാണെങ്കിൽ n into 2n minus 1 into 2n plus 1 by 3. അതേപോലെ ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് n ടേംസിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുക്കുകയാണെങ്കിൽ 2n into n plus 1 into 2n plus 1 by 3. ഇനി അതേപോലെ ക്യൂബ്സ് ഓഡ് നമ്പേഴ്സിന്റെ n ടേംസ് n ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബ്സിന്റെ സം എടുക്കുകയാണെങ്കിൽ n സ്ക്വയർ into 2n സ്ക്വയർ minus 1. അതേപോലെ ഈവൻ നമ്പേഴ്സിന്റെ ക്യൂബ്സിന്റെ സം എടുക്കുകയാണെങ്കിൽ 2 into n into n plus 1 whole square. ഓക്കെ, ഈ ഫോർമുല ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി important points to remember. If rth term of an AP TR is equal to ARQ plus BR square plus CR plus D, then the sum of first n terms of this AP. അതായത് rth term വന്നിട്ടുള്ളത് ARQ plus BR square plus CR plus D ആണ്. അപ്പൊ അതിലെ n ടേംസിന്റെ സം എന്ന് പറയുന്നത് Sn is equal to summation R equal to 1 to n TR. That is equal to A into summation R equal to 1 to n R cube plus B into summation R equal to 1 to n R square plus C into summation R equal to 1 to n R plus D into summation R equal to 1 to n 1. Okay. If number of terms n in any series is odd, then only one middle term exists, which is n plus 1 by 2th term. Now, if it is even, two middle terms exist, which are n plus 2th term and n plus 2 plus 1th term when n is even. For every sequence, it is not always possible to write a specific formula. Sum of arithmetic means a1, a2, a3 അങ്ങനെ an വരെ നമ്മൾ രണ്ട് നമ്പേഴ്സിന്റെ a and b യുടെ ഇടയിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ that sum is equal to n times the single arithmetic mean between a and b. That is summation r equal to 1 to n AR equal to NA, where a is equal to a plus b by 2. That is n times the single arithmetic mean between a and b. Okay. Between any two numbers, sum of the m arithmetic mean by sum of n arithmetic mean is equal to m by n. Then m arithmetic means n arithmetic means ratio എന്ന് പറയുന്നത് m is to n ആയിരിക്കും. Geometric means of n positive numbers a1, a2, a3, extra an is a1 into a2 up to an whole to the power 1 by n. നമ്മൾ രണ്ട് ടേംസിന്റെ എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എ ബി എടുത്തില്ല, അതേപോലെ n ടേംസ് എടുക്കുമ്പോൾ n ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് whole to the power 1 by n എടുക്കാം. If a and b are two numbers of opposite signs, then geometric mean between them does not exist. കാരണം അവിടെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പർ ആണ് വരിക. Formula for the sum of infinite terms of a GP. If mod r less than 1, sum of infinite terms of the GP, a plus ar plus ar square up to infinity is a by 1 minus r, where mod r less than 1. So sum is, infinite terms the sum is a by 1 minus r, a by 1 minus r. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്, which is called harmonic progression HP. The sequence where each x1, x2, x3, extra, xn, etc. xn non-zero is said to be a harmonic progression HP if the sequence formed by the reciprocals of its terms is an AP. That is the sequence. അപ്പോൾ നമുക്ക് x1, x2, etc. എന്നുള്ളതാണ് harmonic progression ആവുന്നത് if 1 by x1, 1 by x2, 1 by x3, etc., 1 by xn, etc. is an arithmetic progression. The standard form of HP അപ്പം എന്തായിരിക്കും? ഒരു arithmetic progressionന്റെ ടേംസിന്റെ ഒക്കെ റെസിപ്രോക്കൽസ് എടുക്കുക. അപ്പോൾ 1 by a, 1 by a plus c, 1 by a plus 2d, etc. General term, nth term of arithmetic harmonic progression is given by
Tn equal to 1 by a plus n minus 1 into d. അതായത് a plus n minus 1 into d എന്ന് പറയുന്നത് ഒരു arithmetic progressionന്റെ nth term ആണ്. അപ്പൊ അതിന്റെ reciprocal ആയിരിക്കും harmonic progressionന്റെ general nth term. ഇനി relation between am, dm and hm. If a and b are positive numbers, then a equal to a plus b by 2, g equal to root of ab, harmonic mean h is equal to 2ab by a plus b. We have harmonic, arithmetic mean, geometric mean, harmonic mean are in gp, that is g square equal to ah. Okay, g square equal to ah. കാരണം g square എന്ന് പറഞ്ഞാൽ ab എന്ന് വരും. ah എന്ന് പറയുമ്പോൾ a plus b by 2 into 2ab by a plus b. a plus b cancel ആവും, 2 cancel ആവും, ab, that is equal to g square. Okay. ഇനി arithmetic mean greater than or equal to geometric mean നമ്മൾ already പറഞ്ഞു. ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് geometric mean greater than or equal to harmonic mean. That is a greater than or equal to g greater than or equal to h. Equality holds if and only if a equal to b. a b ആവുമ്പോഴാണ് ഇത് തമ്മിൽ equality hold ചെയ്യുന്നത്. Okay. ഇനി നമ്മുടെ fourth type of sequence എന്ന് പറയുന്നത് arithmetic geometric sequence, AGS. If each term of a sequence is the product of the corresponding terms of an AP and GP, then it is called arithmetic geometric series, AGS. അതായത് ഒരു APയുടെയും GPയുടെയും ടേംസിന്റെ പ്രോഡക്റ്റ് ആണ് ടേംസ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിനെ നമ്മൾ arithmetic geometric series സീക്വൻസ് എന്ന് പറയും. അതായത് a plus d into r, a plus 2d into r cube etc. എന്ന് വരും. നമ്മളുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജനറൽ ടേം nth ടേം ഓഫ് എൻ AGS എന്ന് പറയുന്നത് Tn is equal to a plus n minus 1 into d whole into r to the power n minus 1. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് nth ടേം ഓഫ് എൻ AP into കോമൺ റേഷ്യോ r to the power n minus 1. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നുണ്ട്, കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് n minus 1 ടൈംസ്. ഇനി സം ഓഫ് n ടേംസ് എടുക്കുകയാണെങ്കിൽ Sn is equal to a by 1 minus r plus rd into 1 minus r to the power n minus 1 by 1 minus r whole square. S infinity എന്ന് പറയുന്നത് a by 1 minus r plus dr by 1 minus r whole square. ഇത് ഈ രണ്ട് എക്സ്പ്രഷൻസും ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. Okay, finally നമ്മൾ important points to remember ലേക്ക് പോവാണ്. A, B, C are in AP and HP. Then A, B, C are also in GP. APയിലും HPയിലും രണ്ട് ഇതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ റിലേഷൻ വെച്ചിട്ട് എക്സ്പ്രഷന്റെ റിലേഷൻ വെച്ചിട്ട് പറഞ്ഞാൽ അത് GPയിലും കൂടെ ആയിരിക്കും. ഇനി A, B, C are in AP, then 1 by BC, 1 by AC, 1 by AB are in AP. ഇതിൽ നമ്മൾ ജസ്റ്റ് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു നെക്സ്റ്റ് ടേം മൈനസ് പ്രീവിയസ് ടേം എടുത്തിട്ട് മൈനസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം നമ്പറാണ് കിട്ടുക. കാരണം ഓൾറെഡി ഇത് APയിലാണെന്നുള്ള റിലേഷൻ വെച്ചിട്ട്, അപ്പൊ നമുക്ക് ഇതും APയിലാണെന്ന് കിട്ടും. ഇനി ഇഫ് A square, B square, C square are in AP, then 1 by B plus C, 1 by C plus A, 1 by A plus B are in AP. If A square, B square, C square ആ മൂന്നെണ്ണം APയിലാണെങ്കിൽ അതേപോലെ തന്നെ 1 by B plus C, 1 by C plus A, 1 by A plus B APയിലായിരിക്കും. ഇത് നേരത്തെ പോയിന്റ് പോലെ തന്നെ സക്സസീവ് ടേം മൈനസ് പ്രീവിയസ് ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടും. If A, B, C are in GP, then A square, B square, C square അത് ഓൾറെഡി ഇൻ GP ആയിരിക്കും. ആൻഡ് കോമൺ റേഷ്യോ സ്ക്വയർഡ് ആകും. ഓബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. If A, B, C, D are in GP, then A plus B, B plus C and C plus D അത് GPയിലായിരിക്കുന്നത്. അത് B plus C by A plus B, C plus D by B plus C ചെയ്ത് കഴിഞ്ഞാൽ സെയിം റേഷ്യോ ആണ്, സെയിം നമ്പറാണ് കിട്ടുക. If A, B, C are in HP, then B plus C by A, C plus A by B, A plus B by C are in AP. ഇതിലും എല്ലാത്തിലും അതേ റേറ്റ്. അതായത് ഇത് HPയിലാണെങ്കിൽ എന്തായിരിക്കും 1 by A, 1 by B, 1 by C APയിലായിരിക്കും. അത് വെച്ചിട്ട് ഇതും കൂടെ APയിലാണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.